അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരെ എല്ലാവരും സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത്? സ്കൂളിൽ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയാണോ? പഠിപ്പിക്കാനൊക്കെ തുടങ്ങി കാണും അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഏത് ചാപ്റ്റർ ആണ്? രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. എന്താണ് ചാപ്റ്ററിന്റെ പേരെന്താണ്? വ്യാധികൾ പടരാതിരിക്കാൻ. ചാപ്റ്ററിന്റെ പേരെന്താണ്? വ്യാധികൾ പടരാതിരിക്കാനാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്തൊക്കെയാ പറയുന്നത് നോക്കിയാലോ. ഇവിടെ ഒരു ഡോക്ടറും ഒരു അമ്മയും കുട്ടി ഇരിപ്പുണ്ട് അല്ലേ? അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ നോക്കാം. പകർച്ചപ്പനിയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? കുട്ടിക്ക് എന്ത് പനിയാണ്? പകർച്ചപ്പനിയാണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ്, എന്താടാ ചോദിക്കുന്നത്? വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? എനിക്കും ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയാണ്, എനിക്കും ഇവന്റെ ചേച്ചിക്കും എന്തുണ്ടായിരുന്നു? രോഗമുണ്ടായിരുന്നു. സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം ഒന്ന് പറഞ്ഞേടാ. എങ്ങനെയാ പനി വന്നത്? ഈ കുട്ടിയുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഓൾറെഡി പനി ഉണ്ടായിരുന്നു അല്ലേ? അവരിൽ നിന്ന് എന്തായിരിക്കാം? പകർന്നതായിരിക്കാം. മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം എന്ത് ചെയ്യുക? ഒഴിവാക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എഴുതി വെക്കുക അല്ലേ? സമ്പർക്കം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. സമ്പർക്കം ഒഴിവാക്കുക. സമ്പർക്കം ഒഴിവാക്കുക അല്ലേ? പിന്നെന്താണ്? ചുമയ്ക്കുമ്പോൾ വായും മൂക്കും ഒക്കെ മൂടാനൊക്കെ ശ്രമിക്കുക അല്ലേ? നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞേടാ. ഡെങ്കിപ്പനി അറിയാം, പക്ഷിപ്പനി അറിയാം, എലിപ്പനി അറിയാവോ? ചുമ, തുമ്മൽ, പനി അറിയില്ലേടാ? ചിക്കൻ ബോക്സ് ഇല്ലേ? തക്കാളിപ്പനി, അങ്ങനെ ഒരുപാട് പനികളും അതേപോലെ ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ? ഇവയെല്ലാം പകരുന്നവയാണോ? ആണോടാ? ചിലത് പകരുന്നവയാണ്, ചിലതെന്താണ്? പകരാത്തവയാണ് അല്ലേ? നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരംതിരിച്ച് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ പട്ടികപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ എഴുതിയ രോഗങ്ങളെ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? രണ്ടായിട്ട് തരംതിരിക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താടാ? പകരുന്ന രോഗങ്ങൾ. ഫസ്റ്റ് വൺ എന്താണ്? പകരുന്ന രോഗങ്ങൾ. അടുത്തത് എന്താണ്? പകരാത്ത രോഗങ്ങളാണ് കേട്ടോ. ഇതാണ് പകരാത്ത രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി ഉണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, വേറെ ഏതൊക്കെയാടാ പറഞ്ഞേടാ? കൊറോണ അല്ലേ? കൊറോണ പറയാം. പിന്നെ ഏതാടാ? നിപ്പ പറയാല്ലേ? ഇതൊക്കെ പകരുന്ന രോഗങ്ങളല്ലേ? ഇനി പകരാത്ത രോഗങ്ങൾ ഏതാടാ? ക്യാൻസർ, പ്രമേഹം, പിന്നെ ഏത് പറയാം? പ്രഷർ പറയാല്ലേ? വേറെ ഏതാടാ? വേറെ ലിവർ സിറോസിസ് ആയിക്കോട്ടെ കേട്ടോ. ലിവർ സിറോസിസ് ഇതൊന്നും പകരാത്ത രോഗമാണ് കേട്ടോ. ലിവർ സിറോസിസ്. നെക്സ്റ്റ് അടുത്ത ഏതാടാ ഉള്ളേ? അടുത്ത ഏതാ നോക്കാം അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പകർച്ചവ്യാധികൾ? അതിൽ തന്നെ ഉണ്ട് അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. അടുത്തത് എന്താ? മഹാമാരികളാണ് കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? മഹാമാരികളാണ്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. അതിനെന്താ പറയുന്നത്? മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്. അടുത്ത ഏതാണ്? COVID-19 എന്നിവ അല്ലെ? നിങ്ങൾ കേട്ടിട്ടില്ലേടാ? COVID-19 നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് കുറെ കാലം സ്കൂളൊക്കെ ലീവായിട്ട് വീട്ടിലിരുന്ന സമയം ഓർമ്മയുണ്ടോടാ? കുഞ്ഞുമക്കൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? നിങ്ങൾ ഒന്നിലൊക്കെ ആയിരിക്കും അല്ലേ? ഒന്നിലോ UKG 1 ആയിരിക്കും. അടുത്തത് എന്താണ്? രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. നമുക്കും ആ രോഗം വരാനുള്ള എന്തുണ്ട്? സാധ്യത ഉണ്ട് അല്ലേ? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? നമുക്ക് ഇവയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കോ? ഇല്ല അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് രോഗകാരികളാണ് കേട്ടോ. അടുത്ത നമ്മൾ പറയുന്നത് ഏതാണ്? രോഗകാരികൾ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മിസ്സേ, പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ആരൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട് അല്ലേ?
രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. ഇവയെ നമ്മൾ എന്താ പറയുന്നത്? രോഗകാരികൾ എന്നാ പറയുന്നത് അല്ലേ. നെക്സ്റ്റ് അടുത്തത് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ടീരിയയുടെ എന്ത് ദൃശ്യം കൊടുത്തേക്കുന്നത്? മൈക്രോസ്കോപ്പ് ദൃശ്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ വൈറസിന്റെ ദൃശ്യവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പ് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോവാം അല്ലേ. സൂക്ഷ്മ ജീവികൾക്കൊപ്പം, അടുത്ത എന്തിനൊപ്പമാണ്? സൂക്ഷ്മ ജീവികൾക്കൊപ്പം. എല്ലാ സൂക്ഷ്മ ജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗീരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ എന്താ പറഞ്ഞേക്കുന്നത്? സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാടാ? പാല് തൈരാവുന്നു അല്ലെ. പാല് തൈരാവുന്നൊക്കെ സൂക്ഷ്മജീവികളുടെ എന്താണ് പ്രവർത്തനമാണ് അല്ലേ. അപ്പൊ എന്താണ്? അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ. അടുത്ത ഏതാണ്? ഫംഗസുകളുടെ ലോകം. അടുത്ത ആരുടെ ലോകമാണ്? ഫംഗസുകളുടെ ലോകത്തിനെ കുറിച്ച്. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ. നമുക്ക് പരിചിതമായത് ഏതാടാ? റൊട്ടിപ്പൂപ്പൽ. വസ്തുക്കളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. റൊട്ടിയിൽ നിങ്ങൾ പൂപ്പൽ കാണലില്ലേടാ? അതേപോലെ ചില വസ്ത്രങ്ങൾ എന്താണ്? കരിമ്പൻ കുത്തൂല്ലേ? കറുത്ത കറുത്ത ഡോട്ടുകൾ കാണലില്ലേ? അതിനെയാണ് കരിമ്പൻ എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡിയ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾക്കൊള്ളുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലോകം ഭയങ്കര ഗ്രാൻഡ് ആണ് അല്ലെ. കൂൺ മുതൽ കാണാൻ പറ്റാത്തത്രയും സാധനങ്ങളുണ്ട് അല്ലെ. രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തൂ. എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത് നോക്കിക്കേ. ഒരാള് ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ചുമക്കുന്നുണ്ട് അല്ലെ. ചുമക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് രോഗം പകരാം. അതേപോലെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കാഞ്ഞാൽ അതിൽ വന്ന് ഈച്ച മുട്ടയിടുകയും അതിൽ നിന്ന് എന്ത് പകരാനുള്ള ചാൻസ് ഉണ്ട്? രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തുവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാടാ? രോഗം പകരാതിരിക്കാൻ അല്ലേ. രോഗം പകരാതിരിക്കാൻ. രോഗം പകരാതിരിക്കാൻ അല്ലേടാ. രോഗം പകരാതിരിക്കാനാണല്ലേ. അടുത്തത് എന്താണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനാണ്? എന്താണ്? ഈച്ച വന്ന് മുട്ടയിട്ട് അതിലൂടെ എന്ത് സംഭവിക്കാതിരിക്കാനാണ്? ഈച്ചകളും പ്രാണികളും അല്ലേ അല്ലേ. ഈച്ചയും പ്രാണികളും മുട്ടയിട്ട് രോഗം വരാതിരിക്കാൻ. ശരിയല്ലേടാ? രോഗം വരാതിരിക്കാൻ വേണ്ടിയല്ലേ? അതേലേ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗത്തിലൂടെയാണ്? ചർച്ച ചെയ്ത് ചിത്രീകരണം പൂർത്തിയാക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ ഏതൊക്കെയാണ്? വിരശല്യമുണ്ട്, ടെറ്റനസ് ഉണ്ട്. ഇനി വായുവിലൂടെ പകരുന്ന ഏതൊക്കെയാണ്? ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ക്ഷയം കൊടുത്തിട്ടുണ്ട് അല്ലേ. വേറെ ഏതൊക്കെയാണ്? നിങ്ങൾ കണ്ടുപിടിച്ച് മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ. ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. നമുക്ക് നോട്ട് എഴുതുമ്പോൾ ഗ്രാൻഡ് ആയിട്ട് എഴുതാം കേട്ടോ. ജലവും ഭക്ഷണവും വഴി ഏതൊക്കെ പകരും? ടൈഫോയിഡ് പകരും. പിന്നെ ഏതാടാ? കോളറ കേട്ടിട്ടുണ്ടോ? കോളറ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ. അടുത്തത് ഏതാണ്? നമ്മുടെ രോഗാണുവാഹകരിൽ നിന്ന് അല്ലേ. അടുത്ത ഏതാണ്? ഡെങ്കിപ്പനി ആരാ പകർത്തുന്നത്? ഡെങ്കിപ്പനി ആരാടാ? നമ്മുടെ ആര് പകർത്തുന്നു? ഡെങ്കിപ്പനി കൊതുക് പകർത്തുന്നതാണല്ലേ. ഓക്കെ, മനുഷ്യന് ഡെങ്കിപ്പനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. എലി.
കൊതുക് പരത്തുന്ന വേറെ ഏതാടാ? ചിക്കൻ ഗുനിയ ഉണ്ട് അല്ലേ? ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നല്ലേടാ? അതെ. എലി പരത്തുന്ന ഏതാടാ? എലിപ്പനി. അടുത്തത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഏതാണ്? കൊറോണ. കുഷ്ഠം, കൊറോണ. പക്ഷികളാണെങ്കിൽ ഏതാണ്? പക്ഷിപ്പനി. പക്ഷിപ്പനി ഉണ്ട്. പിന്നെ പക്ഷികൾ പരത്തുന്നതാണ് ഏത്? നിപ്പ എന്ന് പറയുന്നത് അല്ലേ? അടുത്തത് എന്താണ്? രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണല്ലോ. മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? രോഗാണുവാഹകർ. അടുത്ത ഏതൊക്കെയാണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ രോഗം പരത്തുന്ന ആൾക്കാരെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? രോഗാണുവാഹകർ എന്ന് പറയുന്നത് കേട്ടോ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങിയ ധാരാളം ജീവികൾ എന്താണ്? രോഗാണുവാഹകരിൽ പെടും. ധാരാളം ജീവികൾ എന്തിൽ പെടും? രോഗാണുവാഹകരിൽ പെടും. ഈച്ചുണ്ട്, എലിച്ചെള്ളുണ്ട്, കൊതുകുണ്ട്, പിന്നെ ഏതാ ഉള്ളത്? വവ്വാലുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോടാ? പരിസരം മലിനമാകുമ്പോൾ. അടുത്തത് എന്താണ്? പരിസരം മലിനമാകുമ്പോൾ. ചിത്രീകരണം 2.4 നിരീക്ഷിക്കൂ. സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടോ? ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ നോക്കിക്കേടാ? കുറേ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടേക്കുന്നു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ കേസിൽ എലി എന്ത് ചെയ്തിട്ടുണ്ട്? ഭയങ്കരമായിട്ട് എലികളല്ലേ, വേസ്റ്റിൽ എലികള് വളരുന്നുണ്ട്. അടുത്തത് ആരാടാ? കൊതുക് വളരുന്ന സാഹചര്യങ്ങളല്ലേ? വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുകുകൾ വളരുന്നു അല്ലേ? അപ്പൊ ഈച്ച എങ്ങനെയൊക്കെയാണ് പെരുകുന്നത്? ഈച്ച എങ്ങനെയൊക്കെയാ പെരുകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഏതാണ്? മാലിന്യത്തിൽ നിന്ന് പെറ്റുപെരുകുന്നു അല്ലെ? മാലിന്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പെറ്റുപെരുകുന്നു. മാലിന്യത്തിൽ നിന്ന് പെറ്റുപെരുകുന്നു. എലിയാണെങ്കിൽ എങ്ങനെയാടാ? പെറ്റല്ല, മുട്ടയിട്ടാട്ടോടാ പെരുകുന്നേ. പെറ്റല്ല കേട്ടോ, സോറിയേ. മുട്ടയിട്ട് പെരുകുന്നു കേട്ടോ. പെറ്റ് പെരുകുന്ന നമ്മുടെ എലിയാണേ. മുട്ടയിട്ട് പെരുകുന്നേ. മുട്ടയിട്ട് പെരുകുന്നു. ഇനി എങ്ങനെ എലി പെരുകുന്ന എങ്ങനെയാണ്? മാലിന്യവും അടച്ചിട്ട അല്ലേ? മാലിന്യത്തിൽ നിന്നും ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ? മാലിന്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പെറ്റു പെരുകുന്നു അല്ലേ? പെറ്റു പെരുകുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താടാ പറയുന്നത്? രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെ ചെയ്യാൻ സാധിക്കൂടാ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കാം അല്ലെ? എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എഴുതാം. വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കാം. പിന്നെന്താടാ? ശ്രദ്ധിക്കാം. പിന്നെന്താണ്? വേറെന്തൊക്കെയാ പറയടാ? വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കാം. പിന്നെ വേറെന്താടാ? വേറെ നമുക്ക് എന്ത് എഴുതാം? വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കാം. പിന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അല്ലെ? വീട് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ വേറെന്താടാ? വീട് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെന്താണ്? വ്യക്തി ശുചിത്വം പാലിക്കുക അല്ലെ? പിന്നെന്താ? ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യരുത്? തുറന്നു വെക്കരുത് അല്ലെ? എപ്പോഴും എന്ത് ചെയ്യുക? അടച്ചു വെക്കുക. പിന്നെന്താ? ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക? കുടിക്കുക. ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗങ്ങളെ പിടിച്ചു കെട്ടാനുള്ള മാതൃകയാണ് അല്ലേ? അല്ലെങ്കിൽ രോഗാണുക്കളെ നിയന്ത്രിക്കാനുള്ള വഴികളാണ് അല്ലേ? ഓക്കെ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മിസ്സിനോട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു പകുതി ഭാഗം മിസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.